ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീറാം. വാൽമീകി രാമായണം ഉത്തരകാണ്ഡം തുടർച്ച. അനന്തരം സുമതി ശത്രുഘ്നനെ ഓർമ്മിപ്പിച്ചു. അയോധ്യയിൽ മടങ്ങിയെത്തേണ്ട സമയം അതിക്രമിച്ചു വരികയാണ് എന്ന വസ്തുത. അതിൻ പ്രകാരം അയോധ്യയിലെത്തിയപ്പോൾ ദൂതന്മാർ വഴി വിവരമറിഞ്ഞ രാമൻ യാഗാശ്വത്തെയും അകമ്പടി സേവിച്ചവരെയും യഥോചിതം വരവേൽക്കുവാൻ ലക്ഷ്മണനെ അയച്ചു. രാമന്റെ പാദപദ്മങ്ങളിൽ വീണുകിടന്ന ശത്രുഘ്നെയും പുഷ്കലനെയും രാമൻ ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു. തുടർന്ന് യാഗാശ്വം യാത്ര തിരിച്ചപ്പോൾ മുതലുണ്ടായ സംഭവ പരമ്പരയത്രയും സുമതി രാമനെ വിസ്തരിച്ച് കേൾപ്പിച്ചു. എല്ലാം വിസ്തരിച്ചു കേട്ടുകഴിഞ്ഞപ്പോൾ വാൽമീകിയുടെ ആശ്രമത്തിൽ വസിച്ചു വന്ന ആ 2 കുമാരന്മാർ തൻ്റെ പുത്രന്മാരാണെന്ന് രാമന് ബോധ്യമായി. പിന്നീട് രാമൻ വാൽമീകിയെ സമീപിച്ച് ആ കുമാരന്മാരെക്കുറിച്ച് ആരാഞ്ഞു. മറുപടിയായി വാൽമീകി ഇപ്രകാരം പറഞ്ഞു: സർവ മാനുഷ്യ ഹൃദയങ്ങളിലും ചൈതന്യമായി വിളങ്ങുന്ന അങ്ങേക്ക് മറ്റൊരാളോട് ചോദിക്കാതെ ഇക്കാര്യം അറിയില്ലെന്ന് പറയുന്നതെങ്ങനെ? ലക്ഷ്മണൻ സീതയെ കാട്ടിലുപേക്ഷിച്ച ശേഷം നടന്ന സംഭവങ്ങളെല്ലാം വാൽമീകി രാമനെ ധരിപ്പിച്ചു. താൻ എപ്രകാരം രാമായണം രചിച്ചുവെന്നും എങ്ങനെ ലവകുശന്മാരെ പഠിപ്പിച്ചുവെന്നും അദ്ദേഹം വിസ്തരിച്ചു. ലവകുശന്മാരെയും കൂട്ടി സീതയെ തിരികെ അയോധ്യയിലേക്ക് കൊണ്ടുപോകുവാൻ വാൽമീകി രാമനോട് അഭ്യർത്ഥിച്ചു. അങ്ങനെയാണ് സീതയെ കൊണ്ടുവരുവാൻ രാമനാൽ ലക്ഷ്മണൻ അയക്കപ്പെട്ടത്. തിരിച്ചെത്തിയ സീത അശ്വമേധയാഗത്തിനായി രാമനു സമീപം ഉപവിഷ്ടയായി. അഗസ്ത്യമുനി നൽകിയ ദിവ്യഖഡ്ഗത്താൽ യാഗാശ്വത്തിൻ്റെ ഗളച്ഛേദം നടത്തുവാൻ രാമൻ ഒരുങ്ങി. ഗളത്തിൽ ഖഡ്ഗസ്പർശം ഉണ്ടായ നിമിഷത്തിൽ കുതിര ഒരു ദിവ്യരൂപം ധരിക്കുകയും ഒരു സ്വർഗീയ രഥത്തിൽ കയറിയിരിക്കുകയും ചെയ്തു. രാമന്റെ ചോദ്യങ്ങൾക്ക് ദിവ്യപുരുഷൻ ഇപ്രകാരം മറുപടി നൽകി: എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു ധർമ്മിഷ്ഠനായ ബ്രാഹ്മണനായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ അധർമ്മത്തിൻ്റെ പാതയിലേക്ക് വ്യതിചലിച്ചു. അതുമാത്രമല്ല, ഞാനൊരു കപട വേഷധാരിയായി മാറി. ഒരു നാൾ ഞാനിരുന്ന നദിക്കരയിൽ ദുർവാസാവ് മഹർഷി വന്നെത്തുകയുണ്ടായി. ജനങ്ങളെ വഞ്ചിക്കുവാനായി പൊള്ളയായ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഞാൻ മുനിയെ സ്വാഗതം ചെയ്തുമില്ല, പൂജിച്ചതുമില്ല. കോപം പൂണ്ട മുനി എന്നെ ശപിച്ചു: നീ ഒരു കപട സന്യാസിയാണ്, നീ ഒരു മൃഗമായി മാറട്ടെ. അപ്പോൾ മാത്രമാണ് എൻ്റെ തെറ്റ് എത്ര ഗുരുതരമാണെന്ന് എനിക്ക് ബോധ്യമായത്. ദുർവാസാവിൻ്റെ പാദങ്ങളിൽ ചുറ്റിപ്പിടിച്ച് ഞാൻ മാപ്പപേക്ഷിക്കവേ അദ്ദേഹം പറഞ്ഞു: നീ രാമൻ്റെ യാഗാശ്വമായി ജന്മമെടുക്കും. രാമൻ നിന്നെ സ്പർശിക്കുന്ന മാത്രയിൽ നിനക്ക് ശാപമോക്ഷവും ലഭിക്കും. ഇത്രയും വിവരങ്ങൾ നൽകിയ ശേഷം ദിവ്യപുരുഷൻ സ്വർഗത്തിലേക്ക് ഉയർന്നു പൊങ്ങി. തത്സമയം വാൽമീകി ലവകുശന്മാരെ തൻ്റെ അരികിൽ വരുത്തി ഇപ്രകാരമൊരു നിർദ്ദേശം നൽകി: നിങ്ങൾ 2 പേരും നാളെ പ്രഭാതത്തിൽ തന്നെ രാമായണം പാടി ഭൂമിയാകെ സഞ്ചരിക്കുക. ബ്രാഹ്മണ ഭവനങ്ങളിലും ആശ്രമങ്ങളിലും നഗരവീഥികളിലുമെല്ലാം നിങ്ങളുടെ ഗാനം അലയടിക്കട്ടെ. ആദ്യം അയോധ്യയിലേക്ക് പോവുക. ബ്രാഹ്മണർ നിറഞ്ഞ രാജസദസ്സിൽ രാമായണം ആലപിക്കുവാൻ ക്ഷണിക്കപ്പെട്ടാൽ അത് സ്വീകരിക്കുക. പക്ഷേ രാമൻ തരുന്ന ഉപഹാരങ്ങളൊന്നും നിങ്ങൾ സ്വീകരിക്കരുത്. പകരം ഈ ചോദ്യം മാത്രം കൊടുക്കുക: ഫലമൂലാദികൾ ആഹരിച്ച് ജീവിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് സ്വർണം കൊണ്ട് എന്താണ് പ്രയോജനം? രാമൻ ആരുടെ മക്കളാണ് നിങ്ങൾ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ വാൽമീകി ശിഷ്യന്മാരാണെന്ന് മാത്രം മറുപടി പറയുക. ഒരു വിധത്തിലും രാമന് അപ്രീതി ഉണ്ടാക്കാതിരിക്കുക. കാരണം രാമൻ എല്ലാ ജീവജാലങ്ങളുടെയും പിതാവിന് സമനാണ്. ലവകുശന്മാർ സമ്മതിച്ചു. അങ്ങ് പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യുന്നതാണ്. വാൽമീകിയുടെ ഓരോ നിർദ്ദേശവും മനസ്സിൽ പതിപ്പിച്ചു വച്ച ശേഷം അവർ അന്നു രാത്രി സമാധാനമായിട്ടുറങ്ങി. അങ്ങനെ ലവകുശന്മാർ വീണാലയത്തോടുകൂടി അയോധ്യയിലെങ്ങും രാമായണ കാവ്യം ആലപിച്ചു നടന്നു. ഗന്ധർവഗാനത്തേക്കാൾ മികച്ചതായിരുന്നു ആ ഇരട്ടക്കുട്ടികളുടെ ഗാനം. അവരുടെ സ്വരത്തിന് ഒരു അലൗകിക മാധുര്യമുണ്ടായിരുന്നു. അവരുടെ കലാചാതുര്യം കണ്ട കാണികൾ ആ കുട്ടികൾക്ക് സർവ്വവിധത്തിലും വശംവദരായി തീർന്നു. രാമൻ അളവറ്റ കുതൂഹലത്തോടുകൂടി അവരുടെ ഗാനാലാപനം ആസ്വദിച്ചു. ജനം പറഞ്ഞു: മാൻതോലും ജടയും ധരിച്ചിരിക്കുക എന്നതൊഴിച്ചാൽ ഈ കുട്ടികൾ രാമപ്രഭുവിൻ്റെ തൽസ്വരൂപങ്ങളാണെന്ന് തീർച്ച. അല്പനേരം വിശ്രമത്തിനായി ഗാനാലാപം നിർത്തിയ നേരത്ത് രാമൻ ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു: മഹത്തുക്കളായ ഈ ബാലന്മാർക്ക് 20,000 സ്വർണ്ണ നാണയങ്ങൾ, വിശിഷ്ടമായ വസ്ത്രങ്ങൾ എന്നിവയോടൊപ്പം അവർ ആഗ്രഹിക്കുന്നതെന്തും നൽകുക. ഈ സമ്മാനങ്ങളെല്ലാം നൽകപ്പെട്ടപ്പോൾ ആ ബാലന്മാർ നിരസിച്ചുകൊണ്ട് ചോദിച്ചു: ഫലമൂലാദികൾ ആഹരിച്ച് ജീവിക്കുന്ന
സർവസംഘ പരിത്യാഗികളായ ഞങ്ങൾക്ക് എന്തിനാണ് കാഞ്ചനം? അത്യാശ്ചര്യത്തോടെ രാമൻ അന്വേഷിച്ചു. പ്രിയ ബാലന്മാരെ, ഈ മഹാകാവ്യത്തിന് എത്ര ഭാഗങ്ങളുണ്ട്? ഏത് മുനി പണ്ഡിതനാണിത് രചിച്ചത്? ഇരുബാലന്മാരും മറുപടി പറഞ്ഞു, അല്ലയോ രാജാവേ, മഹാതപസ്വിയായ വാൽമീകിയാണ് ഞങ്ങളുടെ ആത്മീയ ഗുരു. ഈ ഇതിഹാസ കാവ്യത്തിൻ്റെ രചയിതാവും അദ്ദേഹമാണ്. അങ്ങയുടെ ജീവിതചരിത്രം ആദ്യ അവസാനം വിവരിക്കുന്നു ഈ അതുല്യ സാഹിത്യകൃതി. 6 ഖണ്ഡങ്ങളുള്ള ഈ കൃതിയിൽ അങ്ങയുടെ ഭാവികാല കഥ വിവരിക്കുന്ന ഒരു കാണ്ഡം കൂടി ചേർത്തിരിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന പക്ഷം യജ്ഞത്തിൻ്റെ ഇടവേളകളിൽ ഞങ്ങൾ ഇത് മുഴുവനും ആലാപനം ചെയ്യുവാനൊരുക്കമാണ്. അന്നു മുതൽ ലവകുശന്മാർ രാമായണ കഥ ആലപിക്കവേ ദിവസങ്ങളോളം രാമൻ വർണ്ണനാതീതമായ ആനന്ദത്തോടെ അവ ആസ്വദിച്ചു കൊണ്ടിരുന്നു. അവസാനം രാമന് ഉറപ്പായി ഈ ഇരട്ടകൾ സീതയുടെ കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കുമെന്ന വസ്തുത. രാമഹൃദയം പുത്രവാത്സല്യത്താൽ ഉരുകി. ഒടുക്കം അക്കാര്യത്തെക്കുറിച്ച് വിചിന്തനം ചെയ്ത ശേഷം രാമൻ സംസ്കാരവും സൗമ്യതയും തികഞ്ഞ ഏതാനും സന്ദേശവാഹകരെ വിളിച്ചു വരുത്തി ഇപ്രകാരം ഒരു കൽപ്പന നൽകി. എത്രയും വേഗത്തിൽ വാൽമീകിയുടെ ആശ്രമത്തിലെത്തി ഈ വിവരം അറിയിക്കുക. സീത കുറ്റമറ്റവളാണെങ്കിൽ, അവൾ സ്വഭാവശുദ്ധിയുള്ളവളാണെങ്കിൽ അങ്ങയുടെ അനുവാദത്തോടെ അവൾ ഇവിടെ വന്ന് പൗര സമൂഹത്തിൻ്റെ മുൻപിൽ അവളുടെ പരിശുദ്ധി തെളിയിക്കട്ടെ. അനന്തരം വാൽമീകിയുടെ മറുപടിയോടൊപ്പം സീതയെയും കൂട്ടി ഇവിടേക്ക് വരിക. നാളെ പ്രഭാതത്തിൽ എൻ്റെ സാന്നിധ്യത്തിൽ അവൾ തൻ്റെ പാതിവൃത്യം തെളിയിക്കട്ടെ. രാമൻ്റെ സന്ദേശം ശ്രവിച്ച സീതയ്ക്ക് ആ പരസ്യ വിചാരണ അത്യപമാനകരമായി തോന്നി. എങ്കിലും എന്തോ ഒരു തീരുമാനം മനസ്സിലുറപ്പിച്ച സീത ചുവന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് വാൽമീകിയോടൊപ്പം അയോധ്യയിലേക്ക് പുറപ്പെട്ടു. കോസല സാമ്രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള സർവരും അവിടെ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ബ്രഹ്മാവിനോടൊപ്പം സർവ്വദേവന്മാരും ദേവഋഷികളും സ്വർഗസ്ഥരും സീതയുടെ പരിശുദ്ധി തെളിയിക്കപ്പെടുന്നത് കാണുവാൻ സന്നിഹിതരായിരുന്നു. കുനിഞ്ഞ ശിരസും കൂപ്പിയ കൈകളുമായി സീത വാൽമീകിയുടെ പിന്നാലെ നടന്നെത്തി. രാമന്റെ രൂപം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന സീതയുടെ വിടർന്ന മിഴികളിൽ നിന്ന് അശ്രുധാര ഒഴുകുന്നുണ്ടായിരുന്നു. ആകാംക്ഷയാൽ ജനം പലതും മന്ത്രിച്ചുകൊണ്ടിരിക്കവേ വാൽമീകി രാമന്റെ അരികിലേക്ക് നടന്നു. ഹേ ദശരഥപുത്ര, അപവാദം ഭയന്ന് താങ്കൾ ഉപേക്ഷിച്ച തീർത്തും പരിശുദ്ധയും ധർമാത്മാവുമായ സീത ഇതാ നിൽക്കുന്നു. തൻ്റെ പരിശുദ്ധി തെളിയിക്കാൻ അവൾ ഒരുക്കമാണ്. കൽപ്പന നൽകിയാലും. രാമ, അസത്യമെന്നത് ഒരിക്കലും ഉരുവിട്ടിട്ടില്ലാത്ത ഞാനിതാ ഈ പ്രഖ്യാപനം നടത്തുന്നു. അണുവിടെയെങ്കിലും കളങ്കം സീതയെ തീണ്ടിയിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായി ഞാൻ ആർജിച്ച തപോഫലങ്ങളെല്ലാം എന്നെ വിട്ടകലട്ടെ. താങ്കൾ അവളെ അകമഴിഞ്ഞ് സ്നേഹിച്ചിരുന്നിട്ടും അവളുടെ പാതിവൃത്യത്തിൽ പരിപൂർണ വിശ്വാസമുണ്ടായിരുന്നിട്ടും പൊതുജനാപവാദം ഭയന്ന് മാത്രം അവളെ നിഷ്കരുണം പരിത്യജിച്ചു. എൻ്റെ തപശക്തിയാൽ അവൾ അഗ്നിക്കൊത്ത പരിശുദ്ധിയുള്ളവളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ ആ സത്യം അങ്ങയുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നത്. രാമൻ ഒരു നിമിഷം സീതയെ കണ്ണടയ്ക്കാതെ നോക്കി നിന്നു. എന്നിട്ട് അദ്ദേഹം സഭയെ അറിയിച്ചു, അതങ്ങനെ തന്നെയാവട്ടെ. മഹാനായ വാൽമീകി പറഞ്ഞതത്രയും സത്യമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. പണ്ട് ദേവന്മാർ സീതയുടെ പരിശുദ്ധിക്ക് സാക്ഷ്യം വഹിച്ചതിനാലാണ് ഞാൻ സീതയെ അയോധ്യയിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ടും ജനങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്തി. അതിനാൽ വർദ്ധിച്ച മനസ്താപത്തോടെ അവളെ ഞാൻ ഉപേക്ഷിച്ചു. ഇപ്പോൾ ഈ സഭയിൽ അവൾ പരിശുദ്ധി തെളിയിക്കുകയാണെങ്കിൽ ഞാൻ അവളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേയസിയായി വീണ്ടും സ്വീകരിക്കുന്നതാണ്. സർവരും നിശബ്ദരായി സീതയിൽ കണ്ണുകൾ ഉറപ്പിച്ചു നിന്നു. അവളാകട്ടെ കുനിഞ്ഞ ശിരസും നിലത്തൂന്നിയ മിഴികളുമായി നിന്നു. അല്പസമയത്തിനു ശേഷം എല്ലാവർക്കും കേൾക്കാവുന്ന തെളിഞ്ഞ സ്ഫുടമായ സ്വരത്തിൽ അവൾ സംസാരിച്ചു. അല്ലയോ ഭൂമിദേവി, എൻ്റെ അപേക്ഷ ശ്രവിച്ചാലും. വിവാഹശേഷം രാമനെയല്ലാതെ മറ്റൊരു പുരുഷനെയും ഞാൻ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ മാത്രം എനിക്ക് അഭയം തരിക. ചിന്തയിലും പദത്തിലും പ്രവൃത്തിയിലും രാമൻ മാത്രമായിരുന്നു എൻ്റെ ഏക ആശ്രയമെന്നത് സത്യമാണെങ്കിൽ നിന്റെ ഉള്ളിൽ എനിക്കൊരിടം തരിക. ഈ അപവാദശീലക്കാരായ ജനങ്ങളുടെ മുഖം കാണുക എന്ന ലജ്ജാകരമായ അനുഭവത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുക. സീത ഉരുവിട്ടുകൊണ്ടിരിക്കവേ തന്നെ ഭൂമി തുറന്ന് ആ വിടവിൽ കൂടി ഭൂമിദേവി ദിവ്യ നാഗങ്ങളാൽ വഹിക്കപ്പെട്ട ഒരു ദിവ്യ സിംഹാസനത്തിലിരുന്ന് രാജകീയ പ്രൗഢിയോടെ ഉയർന്നു വന്നു. പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ഭൂമിദേവി സീതയെ ആശ്ലേഷിച്ച് സിംഹാസനത്തിൽ തൻ്റെ അരികിലിരുത്തി. വാനത്തിലും ഭൂമിയിലും നിന്നവർ ആശ്ചര്യസ്തബ്ധരായി നോക്കി നിൽക്കെ ദിവ്യസിംഹാസനം ഭൂമിക്കുള്ളിലേക്ക് പോയി മറഞ്ഞു.
കുറേ നേരത്തേക്ക് അവിടം ശബ്ദമുഖരിതമായി. അതിശയത്തോടെ എല്ലാ ജനങ്ങളും തമ്മിൽ സീതയെ പ്രശംസിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടമാക്കുകയായിരുന്നു. സ്വന്തം പരിശുദ്ധി ഇത്രയ്ക്ക് ഉജ്ജ്വലമായ വിധത്തിൽ തെളിയിച്ച സീതയെ എത്ര പുകഴ്ത്തിയിട്ടും അവർക്ക് മതിയായില്ല. മാത്രമല്ല, വാനത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടാവുകയും ദേവദുന്ദുഭിനാദം കേൾക്കുകയും ചെയ്തു. സീത അപ്രത്യക്ഷയായതും യജ്ഞവേദിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു ദണ്ഡിൽ ചാരി നിന്ന് രാമൻ ഹൃദയം നൊന്ത് കരഞ്ഞു. കണ്ണിൽ കൂടി അശ്രു ഒഴുകുന്ന നേരത്ത് ഹൃദയത്തിൽ കോപാഗ്നി കത്തിപ്പടരുകയായിരുന്നു. ഭൂമിയിലേക്ക് നോക്കി രാമൻ പ്രഖ്യാപിച്ചു: ഭൂമി, ഭവതി ഉടനടി എൻ്റെ ഭാര്യയായ സീതയെ മടക്കി നൽകണം. അല്ലെന്നാകിൽ ഒരു വട്ടം കൂടി ഭവതി സ്വയം തുറന്ന് എന്നെയും കൂടി അകത്തേക്ക് എടുക്കുക. ഞാൻ എൻ്റെ സീതയുമായി ഒന്നു ചേരട്ടെ. സീത ഭവതിയുടെ മകളാണെങ്കിൽ ഞാൻ ഭവതിയുടെ മരുമകനാണ്. സീതയെ കാലതാമസമന്യേ എനിക്ക് വിട്ടുതന്നില്ല എങ്കിൽ ഞാൻ ഭവതിയുടെ പർവ്വതങ്ങളെ ഇടിച്ചു നിരപ്പാക്കും, വനങ്ങളെ ചാമ്പലാക്കും, ഭവതിയെ തകർത്ത് പൊടിയാക്കും. ബ്രഹ്മദേവൻ പറഞ്ഞു: പ്രഭോ, താങ്കൾ ആരാണെന്ന് ഓർക്കുക. ഈ പ്രപഞ്ചനാഥനായ വിഷ്ണു ഭഗവാനാണ് അങ്ങ്. സീത ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയും. ദേവി ഇപ്പോൾ നാഗലോകത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. സമയമാകുമ്പോൾ നിങ്ങൾ ഇരുവരും വൈകുണ്ഠത്തിൽ വന്ന് ഒന്നുചേരും. അല്ലയോ വീരന്മാരിൽ വീരനായവനെ, പ്രപഞ്ചനാഥ, ബ്രഹ്മത്തിലെ സർവചരാചരങ്ങളെയും നിലനിർത്തുന്നവനെ, ഞാൻ അങ്ങയുടെ അസ്തിത്വത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ദുഃഖം വെടിഞ്ഞ് സ്വന്തം മക്കളിൽ നിന്ന് രാമകഥയുടെ ബാക്കിയുള്ള കാണ്ഡം ശ്രവിക്കുക. വാൽമീകിയാൽ രചിക്കപ്പെട്ട ഈ ഇതിഹാസകാവ്യം അങ്ങയുടെ കീർത്തി 3 ലോകങ്ങളിലും മാറ്റൊലിക്കൊള്ളുമാറാക്കും. പ്രപഞ്ചമുള്ളിടത്തോളം കാലം അത് നിലനിൽക്കുകയും ചെയ്യും. ഇത്രയും അരുളിയ ശേഷം ബ്രഹ്മദേവൻ കൺമറഞ്ഞു. രാമൻ ലവകുശന്മാരോടൊത്ത് വാൽമീകിയുടെ ആശ്രമത്തിലെത്തി. സീതാവിരഹത്താൽ രാത്രി മുഴുവനും വിലപിച്ച രാമൻ പ്രഭാതത്തിൽ എല്ലാ മുനിമാരെയും ക്ഷണിച്ചു വരുത്തി സ്വന്തം പുത്രന്മാരോട് രാമായണത്തിൻ്റെ ഉത്തരകാണ്ഡം ആലാപനം ചെയ്യുവാൻ അപേക്ഷിച്ചു. തദനന്തരം അയോധ്യയിലേക്ക് മടങ്ങിച്ചെന്നുവെങ്കിലും പ്രാണപ്രേയസി സീതയെ പിരിഞ്ഞുള്ള ജീവിതം രാമന് തികച്ചും വ്യർത്ഥമായി തോന്നി. കാഞ്ചനത്താൽ സീതയുടെ പ്രതിമയുണ്ടാക്കി എല്ലാ വേദികളിലും യജമാന പത്നിയുടെ സ്ഥാനത്ത് ആ പ്രതിമ സ്ഥാപിച്ചാണ് പിന്നീട് അദ്ദേഹം യാഗങ്ങൾ നടത്തിയത്. തികച്ചും ധർമാനുസൃതമായ ഭരണം നടത്തുകയാൽ രാമന്റെ സാമ്രാജ്യത്തിൽ മേഘങ്ങൾ യഥാകാലം മഴ വർഷിച്ചു. ഭൂമി കണക്കിൽ കവിഞ്ഞ് വിളവ് നൽകി. എങ്ങും സമ്പൽ സമൃദ്ധിയുടെ അടയാളങ്ങൾ നിറഞ്ഞു നിന്നു. അനവധി വർഷങ്ങൾ പിന്നിട്ടപ്പോൾ കൗസല്യയും സുമിത്രയും കൈകേയുമെല്ലാം കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു. അതുകഴിഞ്ഞ് കേകയ രാജാവായ യുധാജിത്ത് രാമനെ സമീപിച്ച് സിന്ധു നദിക്കരയിലെ രാജാവായ സൈലൂഷനെ പരാജയപ്പെടുത്തി ആ ഗന്ധർവ രാജ്യം രാമന്റെ സാമ്രാജ്യത്തോട് ചേർക്കണമെന്ന് ഉപദേശിച്ചു. രാമൻ ഉടനടി ഭരതപുത്രന്മാരായ തക്ഷൻ, പുഷ്കലൻ എന്നിവരെ ഗന്ധർവ നഗരത്തിൻ്റെ നാഥന്മാരായി അഭിഷേകം ചെയ്തു. ഭരതൻ വിപുലമായ സൈന്യസന്നാഹത്തോടെ ചെന്ന് ഗന്ധർവന്മാരെ കീഴടക്കിയ ശേഷം തക്ഷശിലയിലും പുഷ്കലനെ പുഷ്കലാവതിയിലും രാജാവായി അവരോധിച്ചു. 5 വർഷങ്ങൾക്കു ശേഷം ഭരതൻ അയോധ്യയിൽ മടങ്ങിയെത്തി. അടുത്തതായി രാമൻ ലക്ഷ്മണപുത്രന്മാരായ അംഗദൻ, ചിത്രകേതു എന്നിവരെ കാരുപഥത്തിലെ മന്നവന്മാരായി വാഴിച്ചു. ലക്ഷ്മണനും അവരോടൊപ്പം കാരുപഥത്തിൽ ചെന്ന് വേണ്ട നേതൃത്വം നൽകി തൃപ്തനായപ്പോൾ 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അയോധ്യയിലെത്തി. രാമന്റെ ഭൂലോക ലീലകൾ അവസാനിപ്പിക്കുന്നതിനുള്ള സമയം വന്നെത്തി. അതിനാൽ കാലത്തിന്റെ മൂർത്തിമദ്ഭാവം ഒരു തപസ്വിവേഷം പൂണ്ട് രാമന്റെ കൊട്ടാര കവാടത്തിലെത്തി. അനന്തരം അദ്ദേഹം ലക്ഷ്മണനെ അറിയിച്ചു: ഞാൻ ബ്രഹ്മദേവന്റെ ദൂതനാകുന്നു. വളരെ വളരെ പ്രധാനമായ ഒരു ദൗത്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനാൽ എനിക്ക് രാമനെ ഉടനടി കാണേണ്ടതുണ്ട്. കാലമൂർത്തിയെ ഒരു കാഞ്ചന സിംഹാസനത്തിൽ ആസനസ്ഥനാക്കിയ ശേഷം അതീവ ബഹുമാനത്തോടെ രാമൻ ആരാഞ്ഞു: പരിശുദ്ധാത്മാവേ, താങ്കളുടെ വരവിൻ്റെ ഉദ്ദേശമെന്താണ്? എന്ത് ദൂതാണ് താങ്കൾ എനിക്കായി കൊണ്ടുവന്നിരിക്കുന്നത്? ദൂതൻ മറുപടിയോതി: അല്ലയോ രാജാവേ, താങ്കൾ ബ്രഹ്മദേവന്റെ ഇച്ഛ പാലിക്കുവാൻ സന്നദ്ധനാണെങ്കിൽ നമ്മുടെ ഈ ഒത്തുചേരൽ അങ്ങേയറ്റം രഹസ്യമാക്കി വയ്ക്കേണ്ടതാണെന്നറിയുക. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മറ്റൊരു കർണത്തിലും പതിക്കുവാൻ പാടുള്ളതല്ല. ഈ സംഭാഷണം കേൾക്കുവാനിടയാകുന്ന വ്യക്തി തീർച്ചയായും ഉടൻ തന്നെ മരണശിക്ഷ അനുഭവിക്കുന്നതാണ്. രാമ, നമ്മുടെ ഈ സ്വകാര്യത നശിപ്പിക്കുന്നതാരായിരുന്നാലും അവനെ അങ്ങ് എന്നേക്കുമായി തിരസ്കരിക്കേണ്ടതുമാണ്. ഒട്ടും ചിന്തിക്കാതെ രാമൻ മറുപടി പറഞ്ഞു:
അങ്ങനെ തന്നെയാവട്ടെ. അനന്തരം ലക്ഷ്മണനോട് ഉര ചെയ്തു, കാവൽക്കാരനെ പറഞ്ഞയക്കുക. പ്രവേശനദ്വാരം നീ തന്നെ സംരക്ഷിക്കണം. കാരണം ഈ സമ്മേളനം അത്യന്തം രഹസ്യ സ്വഭാവമുള്ളതാണ്. അവർ തനിച്ചായപ്പോൾ കാലമൂർത്തി ദൂതന്റെ ഭാവത്തിൽ രാമനോട് പറഞ്ഞു, ഇതാണ് ബ്രഹ്മദേവൻ താങ്കൾക്കയച്ച സന്ദേശം. പ്രഭോ, ഞങ്ങളുടെ അപേക്ഷ മാനിച്ച് ഭൂമിദേവിയുടെ ഭാരം കുറച്ചു കൊടുക്കുന്നതിനായാണ് അങ്ങ് ഭൂജാതനായത്. അങ്ങ് രാവണനെ വധിക്കുകയും വളരെയധികം കാലം ഭൂമി ഭരിക്കുകയും ചെയ്തു കഴിഞ്ഞു. അങ്ങ് ആഗ്രഹിക്കുന്ന പക്ഷം അങ്ങയുടെ സ്വന്തം വാസസ്ഥാനത്തേക്ക് ഇപ്പോൾ തന്നെ മടങ്ങി വരാവുന്നതാണ്. പരമദിവ്യോത്തമ പുരുഷനായ സർവവ്യാപിയായ ഭഗവാനെ, അങ്ങാണെൻ്റെ ശക്തിസ്രോതസ്സും എൻ്റെ അസ്തിത്വവും. എൻ്റെ വിനീതാദരപൂർണമായ പ്രണാമങ്ങൾ അങ്ങ് സ്വീകരിച്ചാലും. മന്ദസ്മിതവദനായി രാമൻ ചൊല്ലി, താങ്കൾ ഭംഗിയായി കൃത്യം നിർവഹിച്ചു. താങ്കൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. ഇപ്പോൾ അങ്ങ് പോയി ബ്രഹ്മാവിനെ അറിയിക്കുക. ദേവകളുടെ ആവശ്യം പൂർത്തീകരിച്ചതിനാൽ ഞാൻ എത്രയും വേഗത്തിൽ എൻ്റെ സ്വർഗീയ വാസസ്ഥാനത്ത് വന്നു ചേരുന്നതാണ് എന്ന്. പക്ഷേ തത്സമയത്ത് മറ്റൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. രാമനും കാലമൂർത്തിയും രഹസ്യഭാഷണം നടത്തിക്കൊണ്ടിരുന്ന അതേ നേരത്ത് ദുർവാസാവ് കൊട്ടാര കവാടത്തിൽ എത്തിച്ചേർന്നു. ഇതറിഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ചെന്ന ലക്ഷ്മണനോട് മുൻകോപിയായ ആ മഹർഷി നിർബന്ധപൂർവം ചൊല്ലി, ഞാനിവിടെ ഒരു അത്യാവശ്യ കാര്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഉടനടി തന്നെ രാമനെ എനിക്കു കണ്ടേ മതിയാവൂ. ലക്ഷ്മണൻ ഉത്തരമേകി, രാമനേക്ക് കടുത്ത ശാസനയാണ് നൽകിയിരിക്കുന്നത്. ആരെയും അകത്തേക്ക് കടത്തിവിടുവാൻ പാടില്ല എന്ന്. മാമുനി, ദയവു ചെയ്ത് അല്പസമയം ക്ഷമിക്കുക. ഇത് കേട്ടതും മുനിക്ക് കോപം പൊട്ടിപ്പുറപ്പെട്ടു. തീപാറുന്ന കണ്ണുകളോടെ അദ്ദേഹം അലറി, ഉടൻ തന്നെ അകത്തേക്ക് പോയി എൻ്റെ സാന്നിധ്യം അറിയിക്കുക. എന്നെ ധിക്കരിക്കുക എന്ന വിഡിത്തം നീ കാണിക്കുകയാണെങ്കിൽ രാമൻ, ഭരതൻ, നീ എന്നിവരെ മാത്രമല്ല ഇക്ഷ്വാകു വംശജരെയും കോസലരാജ്യ പ്രജകളെയും ഒന്നടങ്കം ഞാൻ ശപിക്കും. എൻ്റെ ക്ഷമ പരീക്ഷിക്കാതെ എത്രയും വേഗം ഞാൻ ആവശ്യപ്പെട്ടത് അനുസരിക്കുക. കാലമൂർത്തിയുമായുള്ള സംഭാഷണം തടസ്സപ്പെടുത്തിയാൽ തനിക്ക് മരണം സുനിശ്ചിതമാണെന്ന് ലക്ഷ്മണന് നല്ല ബോധമുണ്ടായിരുന്നു. എങ്കിലും ദുർവാസാവിൻ്റെ ശാപത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അദ്ദേഹം നനച്ചു, സർവർക്കും നാശം വരുത്തുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം എൻ്റെ മാത്രം നാശമാണ്. ലക്ഷ്മണൻ മുറിയിൽ പ്രവേശിച്ച് വിവരമറിയിച്ചു. ദുർവാസാവിൻ്റെ ആഗമനത്തെക്കുറിച്ച് അറിഞ്ഞതും രാമൻ കാലഭഗവാനോട് വിട പറഞ്ഞ് മഹർഷിയെ കാണുവാൻ പോയി. കൂപ്പുകൈകളോടെ രാമൻ ചോദിച്ചു, ഋഷിയുടെ ഏതാഗ്രഹമാണ് ഞാൻ സബലീകരിക്കേണ്ടത്? ദുർവാസാവ് ഉത്തരമേകി, അലയോ ധർമ്മിഷ്ഠനായ രാജാവേ, ഞാൻ 1000 വർഷം ഉപവാസം പൂർത്തീകരിച്ചിരിക്കുന്നു. എനിക്ക് ഭക്ഷിക്കുവാൻ അങ്ങ് എന്തു നൽകും? സുഭിക്ഷമായ ഒരു സദ്യ ഉടനടി മഹർഷിക്കു നൽകി രാമൻ അദ്ദേഹത്തെ അത്യധികം സന്തുഷ്ടനാക്കി. പക്ഷേ ദുർവാസാവിൻ്റെ വിടവാങ്ങലിനു ശേഷമാണ് രാമന് കാലമൂർത്തിക്ക് കൊടുത്ത സത്യത്തെക്കുറിച്ചുള്ള അവബോധമുണ്ടായത്. അതിഭയങ്കരമായൊരു ഭയം രാമഹൃദയത്തെ ഗ്രസിച്ചു. തൻ്റെ ഏറ്റവും അടുത്ത തോഴനെ നഷ്ടപ്പെടുമെന്ന തോന്നലിൽ രാമൻ തീവ്ര നൈരാശ്യത്തിന് അടിമയായി തല കുനിച്ചു നിന്നു. അപ്പോൾ ലക്ഷ്മണൻ രാമനെ സമീപിച്ച് ഉത്സാഹത്തോടെ ആശ്വസിപ്പിച്ചു, രാമ, അനിവാര്യമായ കാര്യങ്ങളെ കുറിച്ചോർത്ത് വിലപിക്കരുത്. അന്തിമവിധി നമ്മുടെ കരങ്ങളിലല്ല എന്നതോർക്കുക. കടമ നിർവഹണത്തിന് പ്രിയമോ അപ്രിയമോ ഇവയൊന്നും തടസ്സമാകുവാൻ പാടില്ല. അതിനാൽ മടിച്ചു നിൽക്കാതെ അങ്ങയുടെ സത്യം പരിപാലിക്കുവാനായി എന്നെ നാടുകടത്തുക. അനന്തരം രാമൻ തൻ്റെ മന്ത്രിമാരെ വിളിച്ചു വരുത്തുകയും കാര്യങ്ങളെല്ലാം അവരെ ധരിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ഉപദേശമാരാഞ്ഞ രാമനോട് വസിഷ്ഠമുനി ചൊല്ലി, പ്രിയരാമ, എൻ്റെ ജ്ഞാനദൃഷ്ടിയാൽ അങ്ങേക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ അനുഭവങ്ങളും ഞാൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അങ്ങ് ചെയ്തു കൊടുത്ത സത്യത്തെ മുറുകെ പിടിക്കുകയാണ് വേണ്ടത്. അല്ല എന്നാകിൽ ഇന്നുവരെ താങ്കൾ ഉയർത്തിപ്പിടിച്ചിരുന്ന ധർമ്മം പാടെ നശിക്കും. ധർമ്മക്ഷയമുണ്ടായാൽ ലോകം ക്രമേണ തകർന്നു തരിപ്പണമാകും. ആയതിനാൽ സത്യത്തെ അണച്ചുപിടിച്ചുകൊണ്ട് ലക്ഷ്മണനെ നാടുകടത്തുക. അഗാധമായ വിചിന്തനത്തിൽ മുഴുകിയിരുന്ന രാമൻ അവസാനം പ്രഖ്യാപിച്ചു, ധർമ്മത്തിൻ്റെ പാത പിന്തുടരുന്നതിനായിക്കൊണ്ട് ലക്ഷ്മണനെ അയോധ്യയിൽ നിന്ന് പുറത്താക്കേണ്ടതാണെന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. എല്ലാ മന്ത്രിമാരും രാമൻ്റെ തീരുമാനത്തെ പ്രശംസിച്ചു. ലക്ഷ്മണനാകട്ടെ സരയൂ നദീക്കരയിൽ ചെന്നിരുന്ന് തൻ്റെ മനസ്സിനെ യോഗശക്തിയിൽ ബന്ധിക്കുവാനുള്ള ശ്രമം തുടങ്ങി. യഥാസമയം ദേവേന്ദ്രൻ ദിവ്യരഥവുമായി അവിടെ വന്നെത്തി. ആത്മീയവും അതീന്ദ്രിയവുമായ സ്വശരീരത്തോടു കൂടി തന്നെ ലക്ഷ്മണൻ ദിവ്യരഥത്തിൽ കയറി ഗന്ധർവ ഗാനങ്ങളുടെയും
അപ്സര നൃത്തങ്ങളുടെയും പുഷ്പവൃഷ്ടിയുടെയും അകമ്പടിയോടെ സ്വർലോകം പോകി. ലക്ഷ്മണന്റെ ദേഹവിയോഗത്തിനു ശേഷം രാമൻ ഭരതനെ സിംഹാസനാരോഹണം ചെയ്യിച്ച ശേഷം സുമിത്രാപുത്രനെ അനുധാവനം ചെയ്യാമെന്ന് തീരുമാനമെടുത്തു. പക്ഷേ ഭരതൻ ആ തീരുമാനത്തെ അനുകൂലിച്ചില്ല. രാമനില്ലാത്ത നാട് വാഴുന്നതിനേക്കാൾ ഇഷ്ടം രാമനോടൊപ്പം കാട്ടിൽ വസിക്കുന്നതാണെന്ന് ഭരതൻ വാശിപിടിച്ചു. അനന്തരം രാമൻ സാമ്രാജ്യത്തെ രണ്ടായി ഭാഗിച്ചു. കുശന് വടക്കു ഭാഗവും ലവന് തെക്ക് ഭാഗവും നൽകി. കിരീടധാരണം കഴിഞ്ഞ ശേഷം അത്യധികം വാത്സല്യത്തോടെ തൻ്റെ ഇരുപുത്രന്മാരെയും ആശ്ലേഷിച്ച ശേഷം അവർക്ക് അളവറ്റ സ്വർണവും ആഭരണങ്ങളും ആയിരക്കണക്കിന് രഥങ്ങളും എണ്ണമറ്റ അശ്വങ്ങളും ആനകളും സമ്മാനിച്ചു. രാമൻ വാനപ്രസ്ഥത്തിന് പുറപ്പെടുകയാണെന്നറിഞ്ഞ ജനം ഉടൻ തന്നെ തീരുമാനമെടുത്തു, രാമൻ എവിടെ പോയാലും അവരും രാമൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന്. കാരണം രാമനെ പിരിയുന്നതിലുള്ള ദുഃഖം അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ശത്രുഘ്നനും രാമനെ പിന്തുടരുവാനാണ് തീരുമാനിച്ചത്. അവസാനം രാമൻ വനത്തിലേക്കുള്ള യാത്ര തുടങ്ങിയപ്പോൾ ഒരു നീണ്ട ജാഥ തന്നെയായിരുന്നു രാമൻ്റെ പിന്നിൽ. സ്നേഹാദരങ്ങളാൽ സർവ്വജീവികളും രാമനെ അനുധാവനം ചെയ്തതിനാൽ അയോധ്യയിൽ ഒരു മൃഗം പോലും ബാക്കിയുണ്ടായില്ല. രാമൻ നടന്നു നീങ്ങവേ കണ്ടുനിന്നവർക്കൊക്കെ രാമൻ്റെ നിർവികാരത്വവും നിർമ്മമത്വവും പ്രത്യക്ഷത്തിൽ അനുഭവപ്പെട്ടു. ഇഹലോകം വെടിയുവാൻ തീരുമാനിച്ചുറച്ച മുഖഭാവമായിരുന്നു അത്. ഈ അത്യഭൂതപൂർവമായ നിമിഷത്തിൽ രാമൻ്റെ വലത്തുഭാഗത്ത് ശ്രീദേവിയും ഇടത്തുഭാഗത്ത് ഭൂമിദേവിയും മുന്നിൽ ശക്തിയും ഓംകാരം, ഗായത്രി, വേദങ്ങൾ എന്നിവയും പ്രത്യക്ഷ രൂപത്തിൽ അദ്ദേഹത്തെ അനുഗമിച്ചു. ജാഥയിൽ അടുത്തതായി നിന്നത് ഭരതശത്രുഘ്നന്മാരും അവരുടെ കുടുംബാംഗങ്ങളുമായിരുന്നു. അവർക്കു പിന്നിലായി അവരവരുടെ സ്ഥാനങ്ങൾക്ക് അനുയോജ്യമായി പൗരസമൂഹവും അവർക്കും പിന്നിലായി സർവമൃഗജാതികളും നടന്നു. സരയൂ നദിക്കരയിൽ രാമൻ എത്തിച്ചേർന്നപ്പോൾ ബ്രഹ്മദേവൻ സർവ്വദേവന്മാരുമായി ദിവ്യരഥങ്ങളിൽ ആകാശത്തു നിരന്നു. സ്വർഗീയ പ്രഭയാൽ ആകാശം ജ്വലിച്ചു നിന്നു. സുഗന്ധമാരുതൻ ആലോലം വീശിക്കൊണ്ടിരുന്നു. ഗന്ധർവന്മാരും അപ്സരസുകളും ഗാന നൃത്തങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ മറ്റുള്ള സ്വർഗവാസികൾ പുഷ്പങ്ങൾ വർഷിച്ചുകൊണ്ടു നിന്നു. അല്പസമയത്തിനകം രാമൻ നദീജലത്തിലേക്ക് ഇറങ്ങി. അന്നേരം ബ്രഹ്മദേവൻ രാമനെ സ്തുതിക്കുവാൻ ആരംഭിച്ചു. അല്ലയോ പ്രഭു, പരമദിവ്യോത്തമ പുരുഷനെ, രഘുകുലത്തിൽ അവതരിച്ച അങ്ങയുടെ അവതാരോദ്ദേശം സഫലീകൃതമാകൊണ്ട് ഈ ലോകം വെടിഞ്ഞ് അങ്ങയുടെ സ്വർഗീയ വാസസ്ഥാനത്തേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ് താങ്കൾ. ആദിയും അന്തവുമില്ലാത്ത അങ്ങ് ഏതവതാരം സ്വീകരിച്ചാലും അങ്ങയുടെ സ്വരൂപം സനാതനമായി നിലനിൽക്കുന്നു. സർവകാരണങ്ങൾക്കും കാരണമായിരിക്കുന്നവനും സർവ്വജീവജാലങ്ങൾക്കും ആശ്രയമായിരിക്കുന്നവനും അങ്ങു തന്നെയാണ്. ഈ ബ്രഹ്മാണ്ഡമന്ത്രയും നിലനിൽക്കുന്നത് അവിടുന്നാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവചരാചരങ്ങളുടെ ഉദ്ഭവസ്ഥാനവും അങ്ങ് മാത്രമാണ്. അല്ലയോ ഭഗവാനെ, ഭൂമിയുടെ ഭാരം കുറയ്ക്കുവാൻ അതാതു കാലങ്ങളിൽ അങ്ങ് കാരുണ്യപൂർവ്വം അവതാരമെടുക്കുന്നു. അതിനാൽ ഞങ്ങളുടെ അത്യാദരപൂർവമായ നമസ്കാരങ്ങൾ സ്വീകരിച്ചാലും. പ്രണാമം, പ്രണാമം, പ്രണാമം. അനന്തരം ഭരതശത്രുഘ്നന്മാരോടൊപ്പം രാമൻ തൻ്റെ സ്വർലോകവാസസ്ഥാനം പുൽകി. അവർക്കു മാത്രമല്ല, ആ നദിക്കരയിൽ അപ്പോൾ രാമനെ അനുധാവനം ചെയ്തു വന്നിരുന്ന സർവ്വ മനുഷ്യർക്കും പക്ഷി മൃഗാദികൾക്കും കൂടി രാമൻ്റെ വാസഗ്രഹമായ വൈകുണ്ഠലോകത്തിൽ അഭയം ലഭിക്കുകയുണ്ടായി. മഹാഋഷിയും ഭക്തനുമായ വാൽമീകിയാൽ വിരചിതമായതും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ലീലകളുടെ അതീന്ദ്രിയ കഥനവുമായ രാമായണം ഇവിടെ പൂർണ്ണമാകുന്നു. ഭഗവാനിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഭഗവാനും രാമായണവും വ്യത്യസ്തമല്ല അഥവാ ഒന്നു തന്നെയാണ് എന്നതിനാൽ രാമായണം പാരായണം ചെയ്യാനാകൂ. അതിലെ ഒരു ശ്ലോകം ശ്രവിച്ചാലുണ്ടാകുന്ന ശക്തിക്ക് ഒരുവൻ ചെയ്ത പാപകർമ്മങ്ങളെയെല്ലാം നശിപ്പിക്കാനാകും. ഇക്കാരണത്താൽ ജനനമരണ ചാക്രികതയിൽ നിന്ന് മോക്ഷം കാക്ഷിക്കുന്നവർ എല്ലായ്പ്പോഴും ഉത്കൃഷ്ടവും അതീന്ദ്രിയവുമായ ഈ രചനയിൽ ആനന്ദം കണ്ടെത്തുന്നു. രാമായണ പാരായണം ഒരുവന് ധർമാർത്ഥ കാമമോക്ഷങ്ങളുടേതായ എല്ലാ ഫലങ്ങളും നൽകുന്നു. അതിനുമപ്പുറം അത് ഒരുവനെ പരിശുദ്ധമായ ഭഗവത് പ്രേമമെന്ന ആത്യന്തികമായ ജീവിത ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാനും സഹായിക്കുന്നു. ഈ ഗ്രന്ഥപഠിതാക്കൾ കൃഷ്ണാവബോധത്തിൽ പ്രചോദിതരാകുകയും അനുഗ്രഹീതരാകുകയും ചെയ്യട്ടെ. സീതയുടെയും രാമചന്ദ്ര ഭഗവാന്റെയും അതീന്ദ്രിയ രൂപങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ എന്നെന്നും കുടികൊള്ളുമാറാകട്ടെ. ജയ് ശ്രീറാം. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.